ഏകദേശം 12 മണിയായപ്പോൾ എണീച്ച് കുളിച്ച് പിന്നെ വെറുതെ റോഡിലേക്ക് ഇറങ്ങാൻ വെച്ചു. അങ്ങനെ ഒരു ബനിയനുണ്ടായിരുന്നു. ആ ബനിയൻ ഡ്രസ്സ് നമ്മളെ ഫ്രഷ് കട്ടിൻ്റെ ജേഴ്സിയാണ്, ഞാൻ പണിക്ക് പോകുന്ന സ്ഥാപനത്തിലെ ജേഴ്സിയാണ്. ആ ജേഴ്സി ഇട്ട് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. പുറകിൽ വരച്ച ചിത്രം മോള് വരച്ച ടക്കുമോള്. അങ്ങനെ വാച്ചൊക്കെ കിട്ടി നല്ല റോഡിലേക്ക് ഇറങ്ങി. ആരെയും കാണുന്നില്ല, റോഡൊക്കെ വിജനായി കിടക്കുകയാണ്. നല്ല പോയി ഓരോ വണ്ടി വരുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് കോറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ കുറവാണ്. അങ്ങനെ എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ നടന്നു. അങ്ങനെ ഞാൻ നമ്മളെ ബാജേഷിൻ്റെ കടയിലെത്തി. ബാജേഷിൻ്റെ കട തുറന്നില്ല. കുറച്ച് വിക്സ് മിഠായും ഒക്കെ വാങ്ങാച്ച് കയറിയായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും തുറന്നില്ല. അവിടെ ബിജേട്ടനും ഷൈജേട്ടനും വിനോദനൊക്കെ കുത്തി വെറുതെ സ്വറ പറഞ്ഞ് ഒത്തിരിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ബൈക്കുമ്പോൾ കയറി മൂന്നാർ ഫോർട്ടിലേക്ക് വന്നു. ഇത് മൂന്നാർ ഫോർട്ടിലാണെങ്കിലും കുത്തിരിക്കുന്ന ജംഗ്ഷനാണ്. അവിടെ ഷജാ മെഹറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ അതായത് റെഡ് കോർണറിനാണ്, യൂത്ത് കോർണറാണ് ഈ ഷെഡിൻ്റെ പേര്, DYFIക്കാരുടെ കോർണറാണ്. അവിടെ ഇരുന്ന് അവിടെ ഞാൻ ഷില്ലാലിൻ്റെ വണ്ടി വാങ്ങി താമരശ്ശേരി ആശുപത്രിയിലൊന്ന് കാണിക്കാൻ പോയി. ഭയങ്കര ചുമയാണ്. അങ്ങനെ താമരശ്ശേരി സാധാരണ സമയത്തൊക്കെ ബ്ലോക്ക് ഉണ്ടാകുന്നതാണ്. ഒരു ബ്ലോക്കും കണ്ടില്ല. എന്നാലും പിന്നെ തിരക്കില്ലാത്ത സമയം, വലിയ തിരക്കുണ്ടാകുന്ന സമയമാണ്. അതായത് സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റി. സാധാരണ ഇവിടെ ബ്ലോക്കാണ്. അവിടെ ചെന്നപ്പോൾ പ്രശാന്തി ക്ലിനിക്ക് അടച്ചു. ഇവിടെയാണ് ഞാൻ പൊതുവേ കാണിക്കാറ്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും, ഡോക്ടറൊന്നുമില്ല. അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ മെഡിക്കൽ ഷോപ്പൊന്നും തുറന്നില്ല. ഞാൻ തിരിച്ചു പോരാൻ വിചാരിച്ചു. അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. തിരിച്ചിങ്ങനെ പോന്നു. തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് വരികയാണ്. സാധാരണ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയമാണ്. ചുങ്കത്തൊന്നും ബ്ലോക്കൊന്നുമില്ല, കുറഞ്ഞ വണ്ടികളേ ഉള്ളൂ. സാധാരണ ചിലപ്പോൾ 10-20 മിനിറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതായാലില്ല. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. താമരശ്ശേരി പിന്നെ കടകളൊക്കെ അടഞ്ഞെടുക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ടാവാം, പിന്നെ തിരക്കും കുറഞ്ഞത് അതുകൊണ്ട് തന്നെ ആവാം. ഏതായാലും ഞാൻ നേരെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഷില്ലാലൊക്കെ അവിടെ കാത്തുകയാണ്. അങ്ങനെ പിന്നെ അവിടെ എത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ തമാശ പറഞ്ഞിരുന്ന് അപ്പോൾ എല്ലാവരോട് ചായ കുടിക്കാൻ തോന്നും. സമയം ഇപ്പോൾ 7 മണിയായി. ചുങ്കം ചെക്ക് പോസ്റ്റിനകത്ത് ചായ കുടിക്കാൻ പോവുകയാണ്. ഷമീർ അലി ഉണ്ട്, ജംഷീറുണ്ട്, കുട്ടാബി നടന്നു വരുന്നുണ്ട്, പുറകിൽ ഷില്ലാലുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 ആൾ ചുങ്കത്ത് ചെക്ക് പോസ്റ്റിന് ചായ കുടിക്കുകയാണ്. ആദ്യം പിന്നെ സ്വാതന്ത്ര്യം പറഞ്ഞ് കാത്തു നിൽക്കുകയാണ്. കാപ്പിയുണ്ട്, ചായ ഉണ്ട്, മിൻറ്റ് ചായ ഉണ്ട്, സർവത്തുണ്ട്, ഒരുപാട് കടിയുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് കടികളൊക്കെ വാങ്ങി ചായ വെച്ചു. ബില്ലൊക്കെ അടച്ചതിന് ശേഷം പിന്നെയും ഒരു കടി വാങ്ങി. ഇത് ചെക്ക് പോസ്റ്റ് സർക്കാരിൻ്റെ വിശ്രമ കേന്ദ്രമാണ്, വയ്യോര വിശ്രമ കേന്ദ്രമാണ് സർക്കാരിൻ്റെ. അതിനോട് ഒന്നിച്ചാണ് ഈ ഷോപ്പ്. അതായത് ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ തിരിച്ചു പോരാണ്. ഷില്ലാൽ ഹെൽമെറ്റ് ഇടുന്നുണ്ട്. പിന്നെ അവനെവിടെ പോവുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ടേ പോകും. തൊട്ടുപുറകെ കുട്ടാപ്പി ഉണ്ട്, അതിനപ്പുറത്ത് ജംഷീറും ഷമീർ അലിയും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്. സമയം 7 മണിയായിട്ട് നല്ല മഞ്ഞ് വീണിക്കുന്നു കേട്ടോ. മഞ്ഞിങ്ങനെ കോട നിറഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരാണ്. റോഡ് ഏകദേശം തിരക്കൊക്കെ ആയിട്ടുണ്ട്. ഇത് ചെക്ക് പോസ്റ്റിലെ കയറ്റാണ്. അങ്ങനെ കയറി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ അമ്പായത്തോട് അങ്ങാടി എത്തി. അമ്പായത്തോട് അങ്ങാടി സാധാരണ പോലെ തന്നെ ഈ സമയങ്ങളിൽ തിരക്കാനുണ്ടാവാറ്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും വീടണയാനുള്ള സമയമാണ്. ഏതായാലും ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ജംഷീർ എങ്ങോട്ടോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ജംഷീർ പോയി, കുട്ടാപ്പിയും പോയി. ഞാനും ഷില്ലാലും നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഞങ്ങൾക്ക് രാത്രിയാണ് പണി, രാത്രി പണിക്ക് പോകണം. അതിന് മുമ്പ് വീട്ടിലൊന്ന് കയറി പോകണമെന്ന് വിചാരിക്കുന്നു. എന്നാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.